പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാൻ ജമ്മുവിന്റെ വ്യോമാതിർത്തിയിൽ കടന്ന പാക് ഡ്രോണുകളെ നിർവീര്യമാക്കി സൈന്യം. ലിജോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിജോ, ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് പാകിസ്ഥാന്റെ അതിർത്തികളിൽ പ്രകോപനം ഉണ്ടായത്. അതിനെല്ലാം ഇന്ത്യ പ്രതിരോധിച്ചു ശക്തമായി. ഇന്നും സമാനമായ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ ഷെല്ലുകളെയും ഡ്രോണുകളെയും വെടിവെച്ചിടാനും പ്രതിരോധിക്കാനും ഇന്ത്യൻ സേനകൾക്ക് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ബ്ലാക്ക് ഔട്ട് ഏതെല്ലാം മേഖലകളിലേക്കാണ് ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ ഇത് തരത്തിലാണ്. ആരുണ്യ, നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇന്ത്യയുടെ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യ നൽകിയ പാകിസ്ഥാന് നൽകിയ കനത്ത പ്രഹരത്തിന് ശേഷം ഇതിപ്പോൾ രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാവുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 8:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത്. അത് പ്രകോപനം ഉണ്ടാക്കിയത്. സമാനമായി തന്നെ ഇന്നും ഇപ്പോൾ പ്രകോപനം ഉണ്ടായിരിക്കുന്നു, ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാംബ സെക്ടറിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടാകാനുള്ള ശ്രമം നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നത്. അത് പൂർണ്ണമായും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്തെറിയുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഡ്രോണുകളെ വെടിവെച്ചിട്ടു, വ്യോമസേന വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ANA അടക്കമുള്ള വാർത്താ ഏജൻസികളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നൽകുന്നത്. അവിടെ വലിയ തോതിൽ ഡ്രോണുകൾ പറന്നുയർന്ന ദൃശ്യങ്ങൾ അവർ നൽകിയിരിക്കുന്നു. ഉറി മേഖലയിൽ പൂഞ്ച് സെക്ടറിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ മേഖലകളിൽ നിയന്ത്രണ രേഖ വിട്ട് അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് മാറി ഇപ്പോൾ ആക്രമണം നടത്തുന്നിടത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും വലിയ തോതിൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഇരുട്ട് ആയപ്പോഴേക്കും ഇന്നും പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരം ഇരുട്ടി സമയമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ശ്രീനഗർ അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരിക്കുന്നു. അവിടെ വലിയ തോതിൽ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉറി, സാംബ പോലുള്ള പൂഞ്ച് സെക്ടറുകളിലൊക്കെ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീനഗർ അടക്കമുള്ള മേഖലകളിലും ഇത്തരത്തിൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജനങ്ങളോട് എല്ലാവരോടും വീടിനകത്ത് തന്നെ സുരക്ഷിതരായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളും പുറത്തേക്ക് ഇറങ്ങരുതെന്നും റോഡുകളിൽ യാത്ര അരുത് എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാതെ ജീവന അപായം ഉണ്ടാവാത്ത തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. അതായത് കൂടുതൽ സംഘർഷമായ മേഖല, അതിർത്തി മേഖല അങ്ങനെ മാറുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അത്രത്തോളം രൂക്ഷമായ തരത്തിലാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പൂർണ്ണമായ യുദ്ധം എന്ന നിലയിൽ ഇതിനെ നമുക്ക് ഇപ്പോൾ കാണാനാവില്ല. ഇന്ത്യയുടെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി സിന്ധൂർ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഓപ്പറേഷന്റെ ഭാഗമായി നടക്കുന്ന ആക്രമണത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പ്രകോപനം, അതിനെ തിരിച്ചടി, അത് പൂർണ്ണമായും നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഇന്ത്യയുടെ ഇടപെടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ തരത്തിൽ ഇന്ത്യയുടെ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തെ ഇന്ത്യ നേരിടുന്ന കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വലിയ തോതിലുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അതിർത്തിയിൽ വീണ്ടും ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സ്ഥിതിഗതികൾ എന്നത് വിശദീകരിക്കാൻ സംയുക്ത സൈനിക മേധാവിയും കര, നാവിക, വ്യോമ സേനാ മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ യോഗം ചേർന്ന്, അതോടൊപ്പം തന്നെ അജിത് ഡോവൽ അടക്കമുള്ളവർ യോഗം ചേർന്ന് കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ ഉണ്ടാവുക, തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്കിനിയും അറിയേണ്ടത്. ഏതായാലും ഇന്നും രാത്രി 8 മണി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 8:30 ആകുന്നതോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു എന്നത് ആണ് ഇന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അരുണ്യ, ലിജോ, ഈ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള യോഗങ്ങളൊക്കെ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? പുതിയ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ നിശ്ചയിച്ച കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതായത് രാത്രിയാകുന്ന ഘട്ടങ്ങളിൽ അവിടെ പൂർണ്ണമായും ഇരുട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ആളുകൾ പുറത്തിറങ്ങി നടക്കാതിരിക്കുകയും കടകളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും വൈകുന്നേരത്തോടു കൂടി അടച്ച് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് സമാനമായി തന്നെ ഇപ്പോഴും പാലിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. കാരണം അത് എന്തിനാണ് സർക്കാർ അല്ലെങ്കിൽ സൈന്യം വ്യക്തമാക്കിയതിന്റെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ
അതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇന്നും സമാനമായി തന്നെ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം തന്നെ കനത്ത വെടിവെപ്പും അതിർത്തി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഡ്രോൺ ആക്രമണം ഒരു വശത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മോർട്ടാറുകൾ ഉപയോഗിച്ചുള്ള ഷെല്ലാക്രമണങ്ങളും അതോടൊപ്പം തന്നെ വെടിവെപ്പും നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിർത്തിയിൽ സൈന്യം തിരിച്ചു വെടിവെക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് എവിടേക്കാണോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം അവിടെയൊക്കെ തിരിച്ചടി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അമൃത്സറിലും ഫിറോസ്പൂരിലും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിന് ശ്രമം നടന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജമ്മു കശ്മീരിന്റെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെയും പഞ്ചാബിന്റെയും അതിർത്തി മേഖലകൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അത് ആ തരത്തിൽ അതിർത്തി മേഖലകളിലേക്ക് ഡ്രോണുകൾ പറന്നു വരികയും അതിനെ പൂർണ്ണമായി നിർവീര്യമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഉറി സെക്ടറിൽ വലിയ തോതിൽ ഉള്ള വെടിവെപ്പ് ശബ്ദം അതോടൊപ്പം തന്നെ സ്ഫോടന ശബ്ദവും കേൾക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. 5 സ്ഥലങ്ങളിൽ ഇപ്പോൾ നിലവിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും സൈന്യമാണ് വ്യക്തത വരുത്തേണ്ടത്. എങ്കിൽ പോലും അത്തരത്തിൽ ഉള്ള സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ പല മേഖലകളിലേക്കും അത്തരത്തിലേക്ക് സ്ഫോടനവും അത് ഒരുപക്ഷെ ഡ്രോണുകൾ തകർത്തെറിഞ്ഞതാവാം, ആ തരത്തിൽ ഉള്ള സ്ഫോടന ശബ്ദം പലയിടത്തും കേൾക്കുന്നതായുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂറയിലും ശക്തമായ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ജാഗ്രതാ നിർദ്ദേശം, ആളുകളോട് വീടിന് പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഭരണകൂടം. വീടുകളിലോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ അടിസ്ഥാനരഹിതമായ നിരവധി വീഡിയോകളും വ്യാജ വാർത്തകളും എല്ലാം പല തരത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊന്നും പ്രചരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും ഈ അവസ്ഥയെ ഒരുമിച്ച് തരണം ചെയ്യുമെന്നുമാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. പൂഞ്ചിലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുകയാണ്. സ്ഫോടന ശബ്ദങ്ങൾ പുറത്തു കേട്ടു എന്ന് പറയുന്നു ലിജോ. ഒരുപക്ഷെ ഈ ഡ്രോണുകളോ മറ്റോ വെടിവെച്ചിട്ട തുടർച്ചയായ ശബ്ദങ്ങളൊക്കെ സ്ഫോടന ശബ്ദമായി ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. അത്തരത്തിലുള്ള കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ടല്ലേ? സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പല മേഖലകളിൽ, അതായത് ജമ്മുവിലെ പല മേഖലകളിൽ, ജമ്മു, സാംബ, അതോടൊപ്പം തന്നെ പത്താൻകോട്ട്, പാകിസ്ഥാനിൽ പഞ്ചാബിലെ പത്താൻകോട്ട് അടക്കമുള്ള മേഖലകളിൽ ഡ്രോണുകൾ കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതെല്ലാം സ്ഥിരീകരണം വരേണ്ട വാർത്തകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പല മേഖലകളിൽ, അതായത് പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങൾ ലക്ഷ്യം വെച്ച്, അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, സൈനിക പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണമായും നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ വാർത്താ ഏജൻസി എന്ന നിലയ്ക്ക് ANIയും അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ANI കുറെ കൂടി ദൃശ്യങ്ങളും ഇക്കാര്യത്തിൽ നൽകുന്നുണ്ടെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഈ ഷെല്ലാക്രമണമാണ്. അത് ഉറിയിലും പൂഞ്ച് അടക്കമുള്ള സെക്ടറുകളിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഷെല്ലാക്രമണം നടക്കുന്ന ഇടങ്ങളിൽ തിരിച്ചടി എന്ന നിലയ്ക്ക് തിരിച്ചും വെടിവെപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഒരു വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ആക്രമണത്തെ, അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യക്ക് സൈന്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിക്കുകയും ആ തരത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് സൈന്യം നിലയുറപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യങ്ങൾ അത് വളരെ കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ അതായത് ലിജോ, ഇന്നലെ ഇതേ സമയത്തുണ്ടായ ആക്രമണത്തിൽ കനത്ത തിരിച്ചടി ശക്തമായി തന്നെ ഇന്ത്യ പ്രതിരോധിച്ചു. ഇന്നും അതേ സമയത്ത് ആക്രമണം പ്രതീക്ഷിച്ചു, ഡ്രോൺ അടക്കമുള്ള ആക്രമണം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതികളിലൂടെ, കൃത്യമായ നീക്കങ്ങളിലൂടെ ഇന്ത്യക്ക് അവയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? ആരുണ്യ, ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അത് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റിയാൽ അതിൽ കാണുന്നത് ഈ ആകാശത്ത് ബ്ലാക്ക് ഔട്ട് ദൃശ്യങ്ങൾക്കിടയിൽ ചുവന്ന വെട്ടം കാണാം. ഈ ചുവന്ന വെട്ടം ബുള്ളറ്റുകൾ ഇന്ത്യയുടെ പ്രതിരോധമാണ്. ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണുകളിൽ ചെന്ന് തറയ്ക്കുമ്പോഴുണ്ടാകുന്ന തീയിൻ്റെ വെട്ടമാണ് ചുവന്ന നിറത്തിൽ കാണുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീർ സെക്ടറിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ തന്നെ സാംബ, അതേപോലെ തന്നെ പൂഞ്ച്
പൂഞ്ച് മേഖലയിൽ ശക്തമായ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ജമ്മുവിലാണ് പ്രധാനമായും ഈ ആകാശ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ടാണ് ഈ പ്രദേശങ്ങളാകെ തന്നെ. അതിൽ ഒരു വെള്ള നിറത്തിൽ പറന്നു വരുന്നത് ഡ്രോൺ വരുന്നതിൻ്റെ ഒരു വെളിച്ചമാണ് എന്നാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദേശീയ വാർത്താ ചാനലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നമ്മളാരും ഈ പ്രദേശത്തില്ല. ഇപ്പോൾ നമുക്ക് കിട്ടാനാവുന്ന വിവരങ്ങൾ ഔദ്യോഗികമായ വാർത്താ ഏജൻസികളിൽ നിന്നും വളരെ ക്രെഡിബിളായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോഴും നമുക്ക് പറയാനാവുന്നത് ഇതൊരു യുദ്ധം എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാനുള്ള സമയമായിട്ടില്ല. ആ സ്കെയിലിലേക്ക് ഇതിനെ ഉയർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല. സൈനിക ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനിക ഓപ്പറേഷൻ പ്രത്യേക ലക്ഷ്യം വെച്ച് തന്നെ ഉള്ളതാണ്. ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ്. കൺട്രോൾഡ് ആയിട്ടുള്ള വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള സൈനിക ഓപ്പറേഷൻസ് മാത്രമാണ് ഇന്ത്യ നടത്തുന്നത്. ഡ്രോണുകൾ നിർവീര്യമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത്സറിലും ഇതേ സമയം പഞ്ചാബിലെ അമൃത്സറിലും ഇത് നടക്കുന്നുണ്ട്. ഈ സാഹചര്യം ഇതേപോലെ തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ ഒരേ സമയം ഈ ഡ്രോണാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഒപ്പം ഉറിയിൽ ലൈൻ ഓഫ് കൺട്രോളിന് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഉള്ള വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഉറിയിൽ ശക്തമായ ഷെല്ലിംഗ്, അതായത് മോർട്ടാർ തോക്കുകളും മറ്റും ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രകോപനമുണ്ടായത്. അതിന് പകരം അങ്ങോട്ടേക്ക് അതിന് മറുപടിയായി പ്രതിരോധമായി ഇന്ത്യ തിരിച്ചും ഇപ്പോൾ ഷെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറിയിലെ ഷെല്ലിംഗ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ജമ്മുവിൻ്റെ ആകാശത്ത് കാണുന്ന, അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഈ വിവരങ്ങൾ. കൃത്യമായി ഇത് പറയുന്നത് സ്ട്രീക്സ് സീൻ ആൻഡ് ദ എക്സ്പ്ലോഷൻസ് ക്യാൻ ബി ഹെഡ് ആസ് ഇന്ത്യാസ് എയർ ഡിഫൻസ് ഇൻ്റർസെപ്റ്റ്സ് പാകിസ്ഥാനി ഡ്രോൺസ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഡിഫൻസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക്, ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നു കയറുന്ന ഡ്രോണുകളെ വെടിവെച്ചിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ വാർത്താ ഏജൻസികൾ നമുക്ക് തരുന്ന ദൃശ്യങ്ങളാണ് ഇത്. അതേസമയം തന്നെ ധാരാളം ദൃശ്യങ്ങൾ ഇതേ സമയം ട്വിറ്ററിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ് എങ്ങനെയാണ് വാർത്ത വ്യാഖ്യാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു വലിയ യുദ്ധത്തിൻ്റെ സ്കെയിലിലേക്ക് ഉയരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലല്ല. ആക്രമണമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ഡ്രോൺ ആക്രമണമുണ്ടായി. ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ജമ്മു കശ്മീരിലും അതേപോലെ ഹരിയാനയുടെ ചില പ്രദേശങ്ങളിലും അതേപോലെ തന്നെ പഞ്ചാബിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പൂഞ്ചിലും ഒക്കെ തന്നെ ഇതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് സ്ട്രീക്സ്, അതായത് ഈ റെഡ് സ്ട്രീക്സ് കാണുന്നത്, ചുവന്ന വെട്ടം കാണുന്നത് ഈ ഡ്രോണുകളെ ഇന്ത്യൻ ഇൻ്റർസെപ്റ്ററുകൾ, അതായത് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെന്ന് ഇടിച്ചു തകർക്കുന്നതാണ് ഈ ഇരുട്ടിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ഇത് അതിർത്തിയിലുടനീളം ഈ പാക് പ്രകോപനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. ജമ്മു ഡിവിഷനിലുടനീളം ഇതേ കാഴ്ചയാണ് ആകാശത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്നാണ് വാർത്താ ഏജൻസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അരുണ്യ.